ഓഫർ തട്ടിപ്പിൽ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് തനിക്കെതിരെ കേസെടുത്തതെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. തട്ടിപ്പിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയവരെയാണ് പ്രതിയാക്കേണ്ടതെന്നും രാമചന്ദ്രൻ നായർ പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്നും NGO കോൺഫെഡറേഷന്റെ എല്ലാ യോഗങ്ങളിലും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പങ്കെടുത്തിരുന്നുവെന്നും പരാതിക്കാർ പ്രതികരിച്ചു. CN രാമചന്ദ്രൻ നായരും ആനന്ദകുമാറും രാജിവെച്ച വിവരം ആരും അറിഞ്ഞിട്ടില്ലെന്നാണ് പരാതിക്കാരായ കിസാൻ സർവീസ് സൊസൈറ്റി പറയുന്നത്. ഓഫർ തട്ടിപ്പിൽ പെരിന്തൽമണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ നാഷണൽ NGO കോൺഫെഡറേഷൻ രക്ഷാധികാരിയെന്ന് രേഖപ്പെടുത്തിയിരുന്നത്. പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത് പ്രകാരം FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് പരാതിയിൽ പിഴവ് സംഭവിച്ചതാണെന്ന വിശദീകരണവുമായി അങ്ങാടിപ്പുറം KSS ഭാരവാഹികൾ രംഗത്തെത്തിയത്. അഡ്വൈസർ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ഉള്ളത്. പക്ഷേ അങ്ങനെയാണ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എഴുതിയപ്പം അത് തെറ്റിപ്പോയതാണ് രക്ഷാധികാരി എന്നുള്ളത്. ലീഗൽ അഡ്വൈസർ മാത്രമായ താൻ എങ്ങനെ കേസുകളിൽ പ്രതിയാകുമെന്ന് CN രാമചന്ദ്രൻ നായർ പോലീസിനെതിരെയും വിമർശനം ആവർത്തിച്ചു. മുനമ്പം കമ്മീഷൻ സ്ഥാനത്തു നിന്ന് മാറില്ലെന്നും CN രാമചന്ദ്രൻ നായർ. ഒരു പ്രോമിസ് നടത്തി അത് ബ്രീച്ച് ചെയ്തു, അതിന് പണം മേടിച്ചു എന്നാണ്. അതിൽ എനിക്ക് എന്ത് റോൾ ഇരിക്കണം? ഞാൻ ഡിസിഷൻ മേക്കിങ്ങിൽ പോലും ആളല്ല. കോഴിക്കോട് ബാലുശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ കൂടി റിട്ടയർഡ് ജസ്റ്റിസ് CM രാമചന്ദ്രൻ നായരെ പ്രതി ചേർത്തു. കേസിൽ 3ാം പ്രതിയാക്കിയാണ് FIR. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 കൊച്ചി.